നേരെ കേരളത്തിന് പുറത്തേക്കാണ്, കർണാടകയിലേക്കാണ്. വറ്റിവരണ്ട കന്നഡ ഗ്രാമങ്ങളിൽ ആശ്വാസമായി നേരിയ മഴ എത്തിയിട്ടുണ്ട്. രൂക്ഷമായ വരൾച്ച നൽകിയ ദുരിതത്തെ അതിജീവിക്കുകയാണ് കർണാടകയിലെ കർഷകർ. മഴ എത്തിയതോടെ ഗ്രാമങ്ങളും ഉണർന്നു കഴിഞ്ഞു. കർണാടകയിലെ ഗ്രാമീണ കർഷകർക്കൊപ്പമാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ ആദ്യ യാത്ര. കർണാടകയിലെ ഗ്രാമീണ വഴികളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഒരുപക്ഷെ ഒരു മാസം മുമ്പ് നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മാണ്ഡ്യയിലാണ്. ഇവിടെ തന്നെ വന്ന ഘട്ടത്തിൽ അവരുടെ കർഷകർ നേരിടുന്ന തീരാ ദുരിതം അല്ലെങ്കിൽ അവർ നേരിടുന്ന ദുരിതത്തെ സംബന്ധിച്ച് അവർ പങ്കുവച്ചിരുന്നു. കാരണം കർണാടക നേരിട്ട സമാനതകളില്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും വലിയ വരൾച്ച അവർ നേരിട്ടിരുന്നു. കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധി നിലനിന്നിരുന്നു. പലരും വലിയ വായ്പയൊക്കെ എടുത്ത് കൃഷി ഇറക്കിയവരൊക്കെ വലിയ കടക്കണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്വാസമായി കുറേ ദിവസമായി കർണാടകയിൽ മഴയുണ്ട്. എല്ലാ മേഖലയിൽ തന്നെ മഴയുണ്ട്. കേരളത്തിൽ പോലെ വ്യാപകമായ മഴയില്ലെങ്കിൽ പോലും അത്യാവശ്യം മഴ എല്ലാ ഇടങ്ങളിലും പെയ്യുന്നുണ്ട് എന്നതാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കർഷകരെ സംബന്ധിച്ച് അത് വലിയ ആശ്വാസമാണ്. എന്താണ് കാർഷിക മേഖലയിൽ പെട്ടെന്ന് അതുണ്ടാക്കിയ മാറ്റം എന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തായാലും ആ യാത്രയിലേക്ക് നമുക്ക് കടക്കാം. ഒരു മാസം മുമ്പ് നമ്മൾ വന്നപ്പോൾ കന്നഡ ഗ്രാമങ്ങളിൽ കണ്ടത് കരിഞ്ഞുണങ്ങിയ പാടങ്ങളാണെങ്കിൽ ഇപ്പോൾ ദൃശ്യമാവുന്നത് നോക്കത്താ ദൂരത്തുള്ള പച്ചപ്പാണ്. ಮಳೆಯವ್ರ ಸಂತೋಷ ಮಳೆಯವ್ರ ಸಂತೋಷ. ಮಳೆ ಹೋದ್ರೆ ನಮಗೆ ಕಬ್ಬು ಇನ್ನೂ ಚೆನ್ನಾಗಿ, ಈ ಕಬ್ಬು ಇನ್ನೂ ಒಂದು ತಿಂಗಳು ತಡೀತಾರೆ, ಮುಂದಕ್ಕೆ ಹೋಗುತ್ತೆ. ತಿರುಗಿ 2 ತುಳಿ ಕಬ್ಬು ಇರುತ್ತಿದ್ದು. ಈಗ 1 ತುಳಿ ಕಳೆದ್ರೆ 1 ತುಳಿಗೆ ನೀರು ಹೋದ್ರಿಂದ ಬದಿಕನ್ನೋದು. ಇನ್ನೂ 2 ತಿಂಗಳು ಟೈಮ್ ಇರುತ್ತೆ. ನೆಕ್ಸ್ಟ್ 2 ತಿಂಗಳು ಬಿಟ್ಟರೆ ನಮಗೆ ದುಡ್ಡು ಆಗುತ್ತೆ. ಮಳೆ ಹೋಯ್ತು ಒಂದು ವಾರದಿಂದ ಮಳೆ ಹೋಯ್ತಾ ಇದೆ. ಒಂದು ವಾರದಿಂದ ಮಳೆ ಮಂಡ್ಯದಲ್ಲಿ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ. ಮಂಡ್ಯಗೆ ಏನು ತೊಂದರೆ ಇಲ್ಲ, ಉಯ್ತಾ ಇದೆ. ಏನು ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ, ಉಯ್ತಾ ಇದೆ. ಮಳೆ ಮಾತ್ರ ಸಂತೋಷವಾಗಿದೆ. ಆರಾಮಾಗಿ ಎಲ್ಲ ಅನುಕೂಲ ಚೆನ್ನಾಗಿದೆ. ಆದರೆ ಬೇರೆ ಕಡೆಗಿಲ್ಲ, ಇಲ್ಲಂತೂ ಉಯ್ತಾ ಇದೆ ಮಳೆ. ಮಂಡ್ಯ ಸಂತೋಷ, ಆರೋಗ್ಯ. ആശ്വാസമായി എത്തിയ മഴ കർണാടകയിലെ കർഷകർക്ക് നൽകിയത് വലിയ ദുരിതത്തിൽ നിന്നുള്ള മോചനമാണ്. ആ സന്തോഷം അവരുടെ മുഖത്ത് പ്രകടവുമാണ്. മാണ്ഡ്യയിൽ നിന്നും സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. അത് പൊളിയായിരുന്നു അല്ലേ? ആ മ്യൂസിക്കിന്റെ കൂടെ ആ വിഷ്വൽസോടെ വന്നപ്പോഴത്തേക്കും ഗംഭീരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.